ഹൈ മക്കൾസ്, സോഷ്യൽ സയൻസ് ആണ് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം എന്നുള്ള ഇതോടുകൂടി നിങ്ങൾ പിന്നെ വെക്കേഷനിലേക്ക് പോകാൻ. പക്ഷേ ഇതുവരെ അടിപൊളിയാക്കിയിട്ട് അവസാനം നിങ്ങൾ കുളമാക്കാമെന്ന് വിചാരിക്കേണ്ട മക്കളെ. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ആഫ്റ്റർ ക്രിസ്മസ് പോർഷൻസ് ആണ്. അതായത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ പാഠങ്ങളാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണല്ലോ 13ാമത്തെ ചാപ്റ്റർ. ഏതാണ് ആ ചാപ്റ്ററിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ 3 റവല്യൂഷൻസ്, അതായത് രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്ന ബിൽഡിംഗ് ദ നാഷൻ എന്നാണ്, പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ മക്കളെ 3 കാര്യങ്ങൾ? ഒന്നാമത്തതാണ് അമേരിക്കൻ റവല്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ് റഷ്യ. മൂന്നാമത്താണ് ഏതെന്ന് പറഞ്ഞാൽ ചൈന. ഈ 3 എണ്ണമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളത്? അമേരിക്കൻ റവല്യൂഷൻ ഓൾറെഡി നമുക്കറിയാം. ഈ പറയുന്ന ബ്രിട്ടനുകാരാണ് അവിടേക്ക് കയറിയത് അല്ലേ? എന്നിട്ട് അവിടെ കൊണ്ടുവന്ന കുറച്ച് ട്രേഡ് ലോസുകളുണ്ട്, അതായത് വാണിജ്യ നിയമങ്ങളുണ്ട്. ട്രേഡ് ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? വാണിജ്യ നിയമങ്ങൾ ട്ടാ. മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബ്രിട്ടനിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സ്റ്റാമ്പ് പതിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, കമ്പിളി, അങ്ങനത്തെ പുതപ്പ് കാര്യങ്ങളൊക്കെ, അത് നോക്കി വെക്കണം. പിന്നെ അവിടെ തന്നെ നിങ്ങൾ നോക്കി വെക്കേണ്ട മറ്റൊരു സംഭവമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ മക്കളെ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന. നോക്കി വെക്കണേ, ഭരണഘടനയിലുണ്ടായ എന്താണ് ഈ ഭരണഘടനയുടെ പ്രത്യേകത? അതായത് അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന വരാണ്, അതാണ് നമ്മൾ പറയുന്നത് ഫെഡറലിസം എന്നുള്ള സംഭവം. പിന്നെ എഴുതപ്പെട്ട ഭരണഘടന, സ്മോളസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ? ഇതാണ് അവിടെ നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വൻകരകൾ ഒന്നിച്ചൊരു സംഭവമുണ്ട്, അതാണ് ഫിലാഡൽഫിയയിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഫിലാഡൽഫിയയിൽ തന്നെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ ജോർജ് വാഷിങ്ടണിനെ എന്ത് ചെയ്തു? സൈനിക തലവനാക്കി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അവസാനം പാരീസ് ഉടമ്പടി പ്രകാരം, ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം ഇവർക്ക്, അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ഇവർക്ക് എന്ത് കിട്ടാണ്? ഫ്രീഡം കിട്ടാണ്, സ്വാതന്ത്ര്യം കൊടുക്കാണ്. 13 കോളനികൾക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരണം, ഇതിൽ വരണം. പിന്നെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആ കാര്യങ്ങൾ നോക്കി വെക്കുമ്പോൾ വടക്കേ അമേരിക്കയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, തെക്കേ അമേരിക്കയുടെ കാര്യം. പിന്നെ അടിമത്തം നിർത്തലാക്കിയ എബ്രഹാം ലിങ്കൺ എന്താണ് സംഭവിച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? പിന്നെ അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാക്കിയ ലേറ്റർ ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് റഷ്യയിലേക്ക് വരുമ്പോൾ റഷ്യയിൽ അവിടെ നിങ്ങൾ നോക്കിയെടുക്കേണ്ടത് എന്തൊക്കെയാണ്? റഷ്യയിൽ മക്കളെ റഷ്യയിൽ നോക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, റഷ്യൻ റവല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള മക്കളെ ഫെബ്രുവരി, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ ഒക്ടോബർ റവല്യൂഷനും, ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും. അവിടെ നിങ്ങൾ നോക്കിയേക്കേണ്ടത് ലെനിൻ്റെ പേരുകൾ ആലോചിക്കണം. ലെനിനാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആൾ, ഒക്ടോബർ റവല്യൂഷൻ്റെ മെയിൻ ആൾ. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ്റെ ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്ന ആൾ, അതാണ് നമ്മൾ പറഞ്ഞ അലക്സാണ്ടർ കെരൻസ്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തി. ഓക്കെ, അവരെ തോപ്പിച്ചിട്ടാണ് ലെനിൻ വരുന്നത്. അങ്ങനെ അതിലുണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ റിഫോംസ്. ഓക്കെ വെക്കണേ, അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ. അതാണ് 1ാം വേൾഡ് വാറിൽ നിന്നൊക്കെ പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ? അപ്പോൾ റഷ്യൻ റവല്യൂഷനിലൂടെ വന്ന അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ. ഇനി ചൈനൻ്റെ കാര്യങ്ങൾ നോക്കി വെക്കുമ്പോൾ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഒന്ന്, ബോക്സർ റെബല്യൻ. ഈ ചാപ്റ്ററിൽ നോക്കി വെക്കേണ്ടതാണ് ബോക്സർ റെബല്യൻ അല്ലെങ്കിൽ ബോക്സർ കലാപം. പിന്നെ അതുപോലെ തന്നെ നോക്കി വെക്കേണ്ട മറ്റൊരു സംഭവമാണ് എന്തെന്ന് പറയുക? ഓപ്പിയം ട്രേഡ്, കറുപ്പ് യുദ്ധം. നോക്കി വെക്കണേ, കറുപ്പ് യുദ്ധം. ഓക്കെ, ഓപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് യുദ്ധം. ഓക്കെ ആണല്ലോ മക്കൾ? ഓപ്പിയം ട്രേഡ്, കറുപ്പ് യുദ്ധം, അതവിടെ നോക്കിയേക്കും. പിന്നെ അവിടേക്ക് തന്നെ അവരെന്ത് ചെയ്യണം? ഫ്രീഡത്തിലേക്ക് പോകണം. അവിടെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ പേരെടുക്കണം. മാവോ സേ തുങ്, ചിയാങ് കൈഷക്, വില്ലന്മാരെ പേരൊക്കെ പറയണം. മാവോ സേ തുങ്, ചിയാങ് കൈഷക്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പേരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്ത് ചെയ്യണം? മഞ്ജു ഡൈനാസ്റ്റിയെ തകർത്ത സംഭവങ്ങളും അതൊക്കെ എന്ത് ചെയ്യണം? പിന്നെ അതുപോലെ തന്നെ കുമിന്താങ് പാർട്ടി, അത് കമ്മ്യൂണിസത്തെ അനുകൂലിച്ചു കൊണ്ടുവന്ന കുമിന്താങ് പാർട്ടി, അതൊക്കെ ഡോക്ടർ സന്യാത് സെന്നി, അത് നോക്കിക്കണം. പിന്നെ അതിൻ്റെ ലാസ്റ്റ്
ലാസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് ലോങ് മാർച്ച്. ലോങ് മാർച്ചിന് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഒന്നാണ് ലോങ് മാർച്ച്. പിന്നെന്ത് ചെയ്യാൻ പോകണേ ചൈനീസ് റവല്യൂഷൻ്റെ എന്തെന്ന് പറയാം റിസൾട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ, ചൈനീസ് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ലാസ്റ്റ് 13ാമത്തെ ചാപ്റ്ററിലെ 3 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആയി. അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അടിപൊളിയായിട്ട് പഠിക്കുക. 1 മാർക്ക് പോലും ഈ ചാപ്റ്ററിൽ നിന്ന് പോകാൻ പാടില്ല. താങ്ക്